വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നല്ലൊരു എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ. നെക്കിന് താഴെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡും ഒരു മീഡിയം സൈസിലുള്ള നീഡിലും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെറൂൺ ഷെയ്ഡിലുള്ള ക്ലോത്തിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ വൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തു തുടങ്ങുന്നത്. നെക്കിന് താഴെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ട് റിംഗ് നോട്ട്സ് ഇട്ടിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. 5 റിംഗ് നോട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫ്രഞ്ച് നോട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിംഗ് നോട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നീഡിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രഞ്ച് നോട്ട്സ് ഒന്ന് ലൂസാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് റിംഗ് നോട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 2 ഫ്ലവേഴ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് താഴെയായിട്ട് ഇതുപോലെ 2 കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പാണ് അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, നമ്മൾ 4 ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ സെയിം കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഈ പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഫ്രഞ്ച് നോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ചുറ്റും ഒരു റിംഗ് നോട്ട്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവറും കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ എല്ലാം സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കാം. സെയിം പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്.
ഇനി നമുക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിനെല്ലാം ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് പല സൈഡിലേക്കായിട്ട് ഈ എല്ലാ ഫ്ലവേഴ്സിനും ഈ സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ലേസി ഡേസി വെച്ചിട്ട് നമുക്ക് ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസി ഡേസി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റിൽ ആ ഒരു ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പാറ്റേണിൽ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും പല സൈഡിലേക്കായിട്ട് ഇങ്ങനെ ലേസി ഡേസി സ്റ്റിച്ച് ഇട്ടിട്ട് ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ലീവ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം ഇടയിൽ ഈ പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് നോട്ട്സ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ആ ഒരു കൂടുതൽ ഗ്യാപ്പ് ഒന്ന് കാണാണ്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ഫ്ലവേഴ്സും ലീവ്സും ഫ്രഞ്ച് നോട്ട്സും എല്ലാം വരുമ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് വരും. ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിങ്ങനെ ലൈനായിട്ട് തുടർന്ന് പോവാണ് വേണ്ടത്. അങ്ങനെ നെക്കിന് താഴേക്ക് ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ 3 ഷെയ്ഡിലുള്ള ത്രെഡ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അതുപോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സെയിം ഡിസൈനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയിലും ഈസിയിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡിസൈനും ഈ ഒരു വീഡിയോ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്